ഹലോ, ഞങ്ങൾ ഇന്നൊരു യാത്ര പോവുകയാണ്. സ്വീഡനിൽ വന്നിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുന്നത്. ഞങ്ങൾ ഇന്ന് പോകുന്നത് സ്വീഡനിലെ തൊട്ട അയൽരാജ്യമായ നോർവേയിലേക്കാണ്. ഞങ്ങൾ ഹാംസ്റ്ററിലാണുള്ളത്. ഹാംസ്റ്ററിൽ നിന്ന് ഏകദേശം 5 മണിക്കൂർ യാത്രയാണ് നോർവേയുടെ ക്യാപിറ്റലായ ഓസ്ലോയിലേക്കുള്ളത്. ബസ് ഇറങ്ങി ഞങ്ങൾ ഓസ്ലോയിലെ കാഴ്ചകൾ കാണാനായി പതിയെ നടന്നു. ഇപ്പോൾ സമയം രാവിലെ 7 മണി ആകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ഓസ്ലോ ബസ് ടെർമിനലും സെൻട്രൽ സ്റ്റേഷനും അടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. സെൻട്രൽ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലുള്ള സ്ക്വയറിൽ ഒരു കടുവയുടെ സ്റ്റാച്ചു ഉണ്ട്. ഇത് ഓസ്ലോ നഗരത്തിൻ്റെ 1000 വർഷം പ്രമാണിച്ച് 2000-ൽ സ്ഥാപിച്ച സ്റ്റാച്ചു ആണ്. ടൈഗർസ്റ്റാഡൻ അല്ലെങ്കിൽ കടുവകളുടെ നഗരം എന്നാണ് ഓസ്ലോ നഗരം പണ്ട് അറിയപ്പെട്ടിരുന്നത്. പാതിരാസൂര്യൻ്റെ നാടെന്നറിയപ്പെടുന്ന നോർവേയുടെ ഏറ്റവും വലിയ നഗരമാണ് ക്യാപിറ്റലായ ഓസ്ലോ. നോർവേയുടെ കിഴക്കൻ തീരത്തുള്ള ഓസ്ലോഫോയുടെ പക്കലായി സ്ഥിതി ചെയ്യുന്ന ഈ നഗരം ചരിത്രപരവും സാംസ്കാരികവുമായും അത്യന്തം സമ്പന്നതയുള്ള സ്ഥലമാണ്. പ്രകൃതിയും നഗര സൗന്ദര്യവും ഒന്നിച്ചനുഭവിക്കാൻ കഴിയുന്ന മനോഹരമായ നഗരമാണ് ഓസ്ലോ. ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ഓസ്ലോയിലെ ഒപ്പറ ഹൗസ് ആണ്. കണ്ടംപററി സ്റ്റൈലിൽ ഡിസൈൻ ചെയ്ത ഒപ്പറ ഹൗസിൻ്റെ ആർക്കിടെക്ചർ യൂറോപ്പിൽ തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഇത് ദൂരെ നോക്കുമ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കിടക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 2007-ലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. ഒപ്പറ ഹൗസിൻ്റെ റൂഫിലേക്ക് നമുക്ക് കയറി പോകാവുന്നതാണ്. ഇതിൻ്റെ മുന്നിൽ ഉൾക്കടലിൽ ഒരു സ്റ്റാച്ചു ഉണ്ട്. ഒപ്പറ ഹൗസിൻ്റെ സമീപം തന്നെയാണ് മുഞ്ച് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. നോർവേയൻ ആർട്ടിസ്റ്റായ എഡ്വാർഡ് മിഞ്ചിൻ്റെ വർക്കിൻ്റെ കളക്ഷനാണ് മിഞ്ച് മ്യൂസിയത്തിലുള്ളത്. ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ഏക്കർഹൂസ് ഫോർട്രസ് ആണ്. അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിലാണ് പ്രൈം മിനിസ്റ്ററിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഏക്കർഹൂസ് കോട്ട ഓസ്ലോയിലെ ചരിത്ര പ്രസിദ്ധമായ ഒരു കോട്ടയാണ്. 1299-ൽ രാജാവ് ഹാക്കൻ 5-മൻ ആരംഭിച്ച ഈ കോട്ട അതിനോടടുത്തുള്ള ഓസ്ലോ ഫിയോഡിനെ കാത്തു സൂക്ഷിക്കുന്നതായി നിർമ്മിച്ചതാണ്. പിന്നീട് ഇത് രാജാവിൻ്റെ താമസ സ്ഥലമായും സൈനിക കേന്ദ്രമായും ഉപയോഗിച്ചു. ഇപ്പോഴും ഇതൊരു മിലിറ്ററി സ്പേസ് ആണ്. ധാരാളം ടൂറിസ്റ്റ് എത്തുന്ന ഈ സ്ഥലം നോർവേൻ ചരിത്രം മനസ്സിലാക്കാനും കാഴ്ചകൾ ആസ്വദിക്കാനും പറ്റിയ മനോഹരമായ ഒരു സ്ഥലമാണ്. നമ്മുടെ അടുത്ത ലക്ഷ്യം ഓസ്ലോ സിറ്റി ഹാളാണ്. നോർവേയിലെ ഓസ്ലോ നഗരത്തിൻ്റെ ഭരണകേന്ദ്രമാണിത്. റോഡ് ഹുസറ്റ് എന്ന നോർവേയൻ പേരിൽ അറിയപ്പെടുന്ന ഈ കെട്ടിടം നഗരസഭയുടെ ഓഫീസുകളും സിറ്റി കൗൺസിലിൻ്റെ യോഗ കോടതിയും ഉൾക്കൊള്ളുന്നു. 1947-ൽ ഔദ്യോഗികമായി തുറന്ന സിറ്റി ഹാൾ അതിൻ്റെ പ്രത്യേക ആർക്കിടെക്ചറിനും വൃത്തിയുള്ള ഇൻറ്റീരിയർ പെയിൻറ്റിങ്ങുകൾക്കും പ്രശസ്തമാണ്. നോർവേയൻ ചരിത്രവും സംസ്കാരവും കൊണ്ടുള്ള മതിൽക്കെട്ടുകൾ, കലാരൂപങ്ങൾ എന്നിവ അതിൻ്റെ ആകർഷണങ്ങളാണ്. ഓസ്ലോ സിറ്റി ഹാളിൻ്റെ മറ്റൊരു പ്രധാന വിശേഷത നോബൽ പീസ് പ്രൈസ് എല്ലാ വർഷവും ഡിസംബർ 10-ന് ഇവിടെയാണ് വിതരണം ചെയ്യുന്നത്. മറ്റ് നോബൽ പ്രൈസുകളെല്ലാം സ്വീഡനിലെ ക്യാപിറ്റലായ സ്റ്റോക്ക്ഹോമിലാണ്. പീസ് പ്രൈസ് മാത്രം ആണ് ഓസ്ലോയിൽ വെച്ച് വിതരണം ചെയ്യുന്നത്.
സിറ്റി ഹാളിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് സൗജന്യമായി പ്രവേശിക്കാൻ കഴിയുന്നതാണ്. എന്നാൽ അന്ന് അവിടെ ഒരു ഫംഗ്ഷൻ നടന്നുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ല. നോർവേയിലെ പരമ്പരാഗത വസ്ത്രമായ ബ്യൂനത് ധരിച്ചുകൊണ്ടാണ് അന്ന് അവിടെ ഫംഗ്ഷൻ എത്തിയവർ വന്നത്. അതുകൊണ്ട് ആ ഒരു കാഴ്ച വളരെ ഭംഗിയുള്ളതായിരുന്നു. സിറ്റി ഹാളിൻ്റെ ഫ്രണ്ടിലുള്ള സ്ക്വയറാണ് റോഡ്ഹൂസ് പ്ലാസൻ. ഇവിടെ നിന്നാണ് ഫ്യോർഡിലേക്കുള്ള ബോട്ട് ടൂർ ആരംഭിക്കുന്നത്. ഇതുകൂടാതെ നോബൽ പീസ് സെൻറ്ററും ഇവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു മ്യൂസിയമാണ്. നോബൽ പീസ് പ്രൈസിൻ്റെ ചരിത്രം, വിജയികൾ, സമാധാനത്തിൻ്റെ പ്രാധാന്യം തുടങ്ങിയവയെക്കുറിച്ച് അറിയാൻ കഴിയുന്ന ഒരു മ്യൂസിയമാണിത്. അടുത്ത നമ്മുടെ ലക്ഷ്യം കാൾ ജോഹൻസ് ഗേറ്റ് ആണ്. ഒസ്ലോയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്രപരവും സാംസ്കാരികവും സമ്പന്നതയുള്ളൊരു പ്രധാന തെരുവാണിത്. ഈ കാണുന്നതാണ് നോർവേയുടെ പാർലമെൻറ്റ് ബിൽഡിംഗ് ആയ സ്റ്റോർട്ടിംഗറ്റ്. 1866 നിർമ്മിച്ചത്. ഇതും കാൾ ജോഹൻസ് ഗേറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജോഹൻസ് സ്ട്രീറ്റ് ഓസ്ലോ സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച് റോയൽ പാലസിൽ അവസാനിക്കുന്നു. ഏകദേശം 1.5 കിലോമീറ്റർ നീളമുള്ളതാണിത്. ഈ തെരുവിന് പേര് ലഭിച്ചത് കിങ് ചാൾസ് III ജോഹർ എന്ന സ്വീഡിഷ് നോർവേയൻ രാജാവിൻ്റെ സ്മരണാർത്ഥമാണ്. 1852 അദ്ദേഹത്തിൻ്റെ മരണത്തിനു ശേഷം ഈ തെരുവിന് ഈ പേര് നൽകപ്പെട്ടു. തുടക്കത്തിൽ ഈ തെരുവ് വിവിധ ചെറിയ തെരുവുകളുടെ സംയോജനമായിരുന്നു. 1866 നോർവേ പാർലമെൻറ്റ് കെട്ടിടം പൂർത്തിയായതോടെ ഈ തെരുവുകൾ ഒന്നിച്ചു ചേർത്ത് കാൾ ജോഹൻസ് ഗേറ്റ് എന്നറിയപ്പെടാൻ തുടങ്ങി. ഈ സ്ട്രീറ്റിലാണ് പ്രധാനപ്പെട്ട ബിൽഡിങ്ങുകളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് കൂടെയാണിത്. 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിതമായ ഒസ്ലോ കത്തീഡ്രലാണിത്. ഇത് നഗരത്തിലെ പ്രധാനപ്പെട്ട ആരാധനാലയമാണ്. കാൾ ജോഹൻ സ്ട്രീറ്റിലൂടെ ഞങ്ങളുടെ അടുത്ത ലക്ഷ്യസ്ഥാനമായ റോയൽ പാലസിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ഒരു ചെറിയ കുന്നിൻ മുകളിലായിട്ടാണ് റോയൽ പാലസ് സ്ഥിതി ചെയ്യുന്നത്. കാൾ ജോഹൻ സ്ട്രീറ്റിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു പ്രധാന കേന്ദ്രമാണ് നാഷണൽ തിയേറ്റർ. വിവിധ കലാപരിപാടികളുടെ വേദി കൂടിയാണ് നാഷണൽ തിയേറ്റർ. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഓസ്ലോ സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും പഴയതും പ്രമുഖവുമായ സർവകലാശാലയാണിത്. 1811 സ്ഥാപിതമായ ഈ സർവകലാശാലയുടെ പഴയ പേര് റോയൽ ഫെഡറിക് യൂണിവേഴ്സിറ്റി എന്നായിരുന്നു. അങ്ങനെ കാൾ ജോഹൻ സ്ട്രീറ്റിലെ ഇരുവശങ്ങളിലെ കാഴ്ചകൾ കണ്ട് നമ്മൾ റോയൽ പാലസിൽ എത്തിച്ചേർന്നു. ഇത് രാജാവിൻ്റെ ഔദ്യോഗിക വസതിയാണ്. കിങ് കാൾ ജോഹൻ്റെ കാലത്ത് 1825 നിർമ്മാണം ആരംഭിച്ച് 1849 പൂർത്തിയായ ഈ കൊട്ടാരം ഇന്നും രാജാവ് താമസിക്കുന്നതും ഔദ്യോഗിക ചടങ്ങുകളും രാജപരമായി വന്ന സന്ദർശകരുടെ സ്വീകരണം എന്നിവയ്ക്കും ഉപയോഗിക്കുന്നു. കാൾ ജോഹൻസ് ഗേറ്റിൻ്റെ അവസാനത്തായാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. കൊട്ടാരത്തെ ചുറ്റിയുള്ള പാർക്ക് സ്ലോട്ട്സ് പാർക്കൻ എന്നറിയപ്പെടുന്നു. റോയൽ പാലസ് പാർക്ക് പൊതുജനങ്ങൾക്ക് വന്നിരിക്കുന്ന മനോഹരമായ ഒരു ഉദ്യാനമാണിത്. ഈ പാർക്കിൽ പഴയ രാജാക്കന്മാരുടെയും പ്രശസ്ത വ്യക്തികളുടെയും ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വേനൽക്കാലങ്ങൾ, അതായത് സമ്മർ കാലത്ത് ഈ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രവേശിക്കാൻ കഴിയുന്നതാണ്. അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ വീക്ക്ലാൻഡ് പാർക്കാണ്. ഒസ്ലോയിലെ ഏറ്റവും പ്രശസ്തമായ സഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ശില്പിയുടെ ശില്പോദ്യാനമാണ്. ഗുസ്താവ് വീക്ക്ലാൻഡ് ഡിസൈൻ ചെയ്ത മുഴുവൻ ശില്പങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. പാർക്കിൽ ഏകദേശം 200-ലധികം ശില്പങ്ങളുണ്ട്. ഇതെല്ലാം കല്ലിൽ നിർമ്മിച്ചവയാണ്. ഇത് മനുഷ്യൻ്റെ ജീവിതചക്രം, അതായത് ജനനം മുതൽ മരണം വരെയുള്ള ഘട്ടങ്ങൾ പ്രതിനിധീകരിക്കുന്നു.
സ്കൾപ്ചർ പാർക്കിലെ ഏറ്റവും പ്രശസ്തമായ സ്റ്റാച്ചു ആണിത്. മോണോലിത്ത്. 121 മനുഷ്യരൂപങ്ങൾ കല്ലിൽ മുളച്ചു വരുന്നത് പോലെ കാണപ്പെടുന്ന അത്ഭുതകരമായ നിർമ്മിതിയാണിത്. അങ്ങനെ നല്ല ഒരുപാട് ഓർമ്മകളുമായി ഞങ്ങൾ ഓസ്ലോ നഗരത്തിൽ നിന്ന് യാത്ര പറയുകയാണ്. ഞങ്ങളുടെ യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും പുതിയ പുതിയ യാത്രകളുമായി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ഏവർക്കും ബൈ ബൈ.